മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ വന്നിട്ടുണ്ട് നബിയേ, ഒരുപാട് ആൾക്കാരോട് എനിക്ക് ബാധ്യതയുണ്ട് നബിയേ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, രാത്രിയിൽ വന്ന് കിടക്കപ്പായിൽ വന്നുകൊണ്ട് കിടക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല നബിയേ, വല്ലാത്ത കടമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാ ദിക്ർ എന്നറിയോ? ഏറ്റവും വളരെ വേഗമായി, ഏറ്റവും വേഗത്തിൽ നിന്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. വേറൊരു ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എന്റെ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നതിൽ ഒരുപാട് ബാധ്യത ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട് നബിയേ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് ബാധ്യതയുണ്ട്, ആ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് വീട്ടുന്നത് നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും പറഞ്ഞു കൊടുത്തൊരു ദിക്റുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മളിത് പഠിക്കേണ്ടവരാണ്, ചൊല്ലേണ്ടവരാണ്. അല്ലാഹുവേ, നമുക്ക് കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോ മാത്രമാ നമ്മൾ ഇതൊക്കെ ചൊല്ലാറുള്ളത്, ആ സമയത്ത് മാത്രമാ നമ്മൾ നിസ്കരിക്കാറുള്ളത്, ആ സമയത്ത് മാത്രമാ നമ്മൾ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, എവിടെയാ നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചു പോകുന്നത്? ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു നിന്നെ സഹായിക്കുകയുള്ളൂ, അല്ലാഹു നിന്നെ സഹായിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, ഒരുപാട് വട്ടം ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് സുന്നത്തുകൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. ഇതുവരെയും അല്ലാഹ് എനിക്കൊരു മറുപടി തന്നില്ലല്ലോ, എന്റെ മക്കൾക്ക് ജോലിയായില്ലല്ലോ, എന്റെ മക്കൾക്ക് നല്ലൊരു വീട് ഇതുവരെയും ഉണ്ടായിട്ടില്ലല്ലോ. ഇങ്ങനെ നൂറുകൂട്ടം ഒരുപാട് പരാതികളുമായിട്ട് കടന്നു വരുന്നവരാണ്. അല്ലാഹുവേ, ഇടയ്ക്കതാ ഒരു വാപ്പ വന്നുകൊണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ടൊരു പരാതി പറയുകയാണ്. എന്താ പരാതി എന്തെന്നറിയോ ഉസ്താദേ? ഒരുപാട് നിസ്കരിച്ചവനോ, ഞാൻ അല്ലാഹുവിന്റെ ഹറമിൽ പോയി ഉംറ ചെയ്തുകൊണ്ട് നിർവഹിച്ചവനോ, ഒരുപാട് അമലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകുന്നവനോ, അല്ലാഹുവേ, ഒരുപാട് ഉലമാക്കൾക്കും ആരിഫീങ്ങളുമായിട്ട് ബന്ധമുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് പോലും അല്ലാഹ് എനിക്ക് ഒരുപാട് കടങ്ങളാണ് തരുന്നത്, ഒരുപാട് പ്രശ്നങ്ങളാണ് തരുന്നത്, ഒരുപാട് പ്രയാസങ്ങളാണ് തരുന്നത്, എന്റെ ജീവിതത്തിൽ പരാജയങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാ വാപ്പ വന്നുകൊണ്ട് പറയുമ്പോ എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്നു, ഉസ്താദേ, എന്തേ എനിക്കിത് സംഭവിക്കുന്നത്? അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണോ? അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണോ? ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾ നിസ്കരിക്കാറില്ലേ? ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്, ഞാൻ ഉംറ ചെയ്തവനാണ്, എല്ലാം ചെയ്തു, പക്ഷേ നിസ്കരിക്കാൻ കൃത്യമായിട്ട് എനിക്ക് എത്താൻ സാധിക്കുന്നില്ല.
കൃത്യമായിട്ട് എനിക്ക് നിസ്കരിക്കാൻ എത്താൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണോ എനിക്ക് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലംഗാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, വമൻ അഅറള അൻ ദിക്രി, അല്ലാഹുവിനെ സ്മരിക്കുന്നതിനും തൊട്ട് നീ വേർപിരിഞ്ഞു പോയാൽ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിഞ്ഞു പോയാൽ, ഫഇന്ന ലഹു മഈശതൻ ലംഗാ, നിനക്ക് ഞെരുക്കമാർന്ന ജീവിതമാണ് ഉണ്ടാവുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അല്ലാഹ് എന്നുള്ള ചിന്ത വരണമടാ പൊന്നുമോനെ. അല്ലാതെ കണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും പരാജയങ്ങളും വരുമ്പോ മാത്രം വിളിക്കേണ്ടവനല്ല അല്ലാഹ് എന്നുള്ളത്. അത് ഏത് സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നു വരേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്നവർ ഭൂരിഭാഗവും അല്ലാഹുവേ എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ? എന്ത് പറഞ്ഞിട്ടാ ദുആ ചെയ്യാൻ വസിയത്ത് പറയുന്നത്? ഉസ്താദേ, ഒരുപാട് കടങ്ങളുണ്ട്, പലയിടത്തും പൈസ കൊടുത്തിട്ടിട്ടുണ്ട്, ആ പൈസ ഇതുവരേക്കും ഒന്നും തിരിച്ചു കിട്ടുന്നില്ലല്ലോ, പലരുടേതായിട്ട് ലക്ഷങ്ങൾ കിടക്കുകയാണ്, എന്റെ ബിസിനസ് മുഴുവനും തകർന്നു പോയി കിടക്കുകയാണ്, അതൊക്കെ കിട്ടിയിട്ട് വേണം എന്റെ ബിസിനസ് ഒന്ന് വെച്ചപിടിപ്പിക്കാൻ. എന്റെ മകളതാ വളർന്നു നിൽക്കുന്നു, എന്റെ മകളതാ വളർന്നു നിൽക്കുന്നു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് സ്വന്തമായിട്ട് വീട് പോലുമില്ല എന്ന് പറയുന്നോ എത്രയെത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയോ? എടാ ചെറുപ്പക്കാരോ, ഈ ഒരു ദിക്ർ അങ്ങോട്ട് ചൊല്ലണം കേട്ടോ, ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലണം കേട്ടോ. ഏത് സമയത്താണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട്, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് സുബഹി നിസ്കരിക്കണമടാ ചെറുപ്പക്കാരോ, ജമാഅത്തായി സുബഹി നിസ്കരിക്കണമടാ പൊന്നുപോരെ. എന്ത് പ്രയാസങ്ങൾ കടന്നു വന്നെന്ന് പറഞ്ഞാലും ശരി, ആ സുബഹിയുടേതായ ജമാഅത്ത് മുടക്കാതെ കണ്ട് സുബഹി നിസ്കരിക്കണമടാ പൊന്നുപോരെ. എന്നിട്ട് സുബഹി ജമാഅത്തിന് ശേഷം ആ മുസല്ലയിൽ എവിടെ ഇരിക്കണം, ആ മുസല്ലയിൽ അവിടെ ഇരിക്കണം. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ ദിക്ർ, ഞാൻ പറഞ്ഞു തരുന്ന ദിക്ർ അങ്ങോട്ട് ചൊല്ലണം. ആ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയോ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം അല്ലാഹു തആല തരുന്നതാണ്. പെട്ടെന്ന് തന്നെ നിന്റെ കടങ്ങൾ വീടുന്നതാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ദിക്റാണ് പൊന്നുമോരെ. അല്ലാഹുവേ, നിസ്കാരമില്ലാതെ കണ്ട് ചൊല്ലിയിട്ട് കാര്യമില്ല, നിസ്കാരമില്ലാതെ ചൊല്ലിയിട്ടൊരു കാര്യവുമില്ല പൊന്നുമോരെ. പലരും ദിക്ർ ചൊല്ലാൻ വേണ്ടി തസ്ബീഹും പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാ. അവർക്ക് നിസ്കാരമില്ലല്ലോ, സുബ്ഹിയുമില്ല, ളുഹറുമില്ല, അസറില്ല, മഗ്രിബില്ല, ഇശയില്ല. അല്ലാഹുവേ, ളുഹർ നിസ്കരിച്ചാ പിന്നെ അസറില്ല, അസർ നിസ്കരിച്ചാ പിന്നെ മഗ്രിബും ഇശായുമില്ല. ഇനി മഗ്രിബും ഇശയും നിസ്കരിച്ചാ പിന്നെ സുബഹിക്ക് ജമാഅത്തിന് കടന്നു വരുന്നതല്ല. തോന്നുന്ന പോലെ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോ, നിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ കടന്നു വരുന്നത് കൊണ്ടാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിനക്ക് വരുന്നില്ലല്ലോ, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ചിന്ത നിനക്ക് വരുന്നില്ലല്ലോ, നാളെ പോയി കിടക്കേണ്ട ഖബറിനെ കുറിച്ച് നിനക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. എന്റെ പെങ്ങളെ, നാളെ പോയി കിടക്കേണ്ട ഖബറിനെ കുറിച്ച് നിനക്കൊരു ചിന്ത വരുന്നില്ലല്ലോ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഹാബത്തേ, നിങ്ങളുടെ മുന്നിലേക്ക് അസ്രായിൽ കടന്നു വരുന്നുണ്ട് സഹാബ.
എത്ര തവണയാ ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതെന്നറിയോ? ഒരു ദിവസത്തിൽ 70-ൽ പരം പ്രാവശ്യമാണ് ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് അസ്റായീൽ കടന്നു വരുന്നതെന്ന് ആദരവായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് നടക്കുകയാണ്, അതൊന്നും ഓർക്കാതെ കണ്ട് നടക്കുകയാണ്, അതൊന്നും ചിന്തിക്കാതെ കണ്ട് നടക്കുകയാണ്. എടാ ചെറുപ്പക്കാരോ, നിന്റെ എത്ര കൂട്ടുകാരാ മരണപ്പെട്ടു പോയത്, എത്ര പേരാ രോഗം പിടിച്ചുകൊണ്ട് കിടക്കുന്നത്, എത്ര പേരാ പൊന്നുമോര് ഹോസ്പിറ്റലുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നത്. അല്ലാഹുവേ, ഇന്ന് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ പിടിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന യുവതലമുറകളെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ഇന്ന് രോഗമാണ് രോഗമാണ് രോഗമാണ്, രോഗത്തിന്റെ പേര് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ അല്ലാഹുവേ ഒരു മനുഷ്യന്റെ മുന്നിൽ പോലും കൈനീട്ടാത്ത മനുഷ്യന്മാര് പോലും ഇന്ന് കൈനീട്ടിക്കഞ്ചുന്ന അവസ്ഥ റബ്ബേ വല്ലാത്ത പരിതാപകരമാണല്ലോ. അല്ലാ, വല്ലാത്ത പരിതാപകരമാണല്ലോ. അല്ലാ, അല്ലാഹുവേ അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ തമ്പുരാനെ, എത്ര പേരാണ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു കൊടുത്ത ദിക്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇടുന്നത്. ഇത് ഓരോരുത്തരും ചൊല്ലണം കേട്ടോ. ഒരു ദിവസത്തില് 111 പ്രാവശ്യമെങ്കിലും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോ. എന്നാ നിങ്ങളുടെ കടങ്ങൾ മുഴുവനും വേഗം തന്നെ പൊറുക്കുമെന്ന്, ആ വേഗം തന്നെ അത് മുഴുവനും വീടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വേഗം തന്നെ കടം വീടും ഇൻഷാ അല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്ത നല്ലൊരു ദിക്റാണ്. ഈ ദിക്ർ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുക 111 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല സലാമത്താക്കും. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല സലാമത്തിലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടമെന്ന് പറയുന്നത് വലിയൊരു വിപത്താണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞില്ലേ, നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് പോലും ബാധ്യതയുണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സഹാബത്തിൻ്റെതായ മയ്യത്ത് കൊണ്ടുവച്ച് സഹാബികൾ മുഴുവനും മയ്യത്ത് നിസ്കരിക്കുന്ന സമയം നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ സഹാബിക്ക് വല്ല ബാധ്യതകളുമുണ്ടോ, മനുഷ്യന്മാരുമായിട്ട് വല്ല ബാധ്യതകളുമുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഉണ്ട് നബിയെ, അദ്ദേഹത്തിന് മനുഷ്യന്മാരുമായിട്ട് ബാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ പോവാണ്, നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ പോവാണ്. ബാധ്യതയുള്ള ഒരു മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പോലും അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സ് കാണിച്ചില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാവരും ദുആ ചെയ്യുന്നത് തന്നെയാണ്, ഒരു മനുഷ്യനോട് പോലും ബാധ്യതയുണ്ടാകാൻ പാടില്ല. എന്നാ മനുഷ്യനാണ് പല മാതിരിയുള്ള ഇടപാടുകളും പൈസ സംബന്ധമായ ഇടപാടുകളൊക്കെ നമ്മൾ നടത്തുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് മാനസികമായി നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ടാകുന്നത്, നമുക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ കഴിയുന്നത്. എത്ര പേരാ പറയുന്നത് രാത്രിയിൽ നല്ലതുപോലെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല? കാരണം ഈ കടങ്ങളെ ഓർത്തുകൊണ്ട് ഓരോരുത്തരും വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഉഹുദ് പർവ്വത സമാനമായ കടങ്ങളുണ്ടെങ്കിലും നിനക്കത് അല്ലാഹു തആല വീട്ടി തരുന്നതാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ,
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ദുആ ഏതാണെന്നറിയോ? അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തുൽ മുൽതരീന റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ അന്ത തർഹമുനി ഫർഹംനി റഹ്മതൻ തുഗ്നീനാ ബിഹാ അമ്മൻ സിവാ. ഒന്നും കൂടി പറയാം. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽതരീന റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ അന്ത തർഹമുനി ഫർഹംനി റഹ്മത്തും തുഗ്നീനാ ബിഹാ അമ്മൻ സിവാക്. ഈ ദുആ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉഹുദ് പർവ്വതത്തിന് അത്രത്തോളം ഉയരമുള്ള കടങ്ങളാണ് നിനക്കുള്ളതെങ്കിലും അത് മുഴുവനും വളരെ വേഗത്തിൽ തന്നെ വീടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ